അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പെട്ടെന്നാണ് കയറി വന്നത്. ചോദിച്ചപ്പോഴോ ക്യാരറ്റ് ഹൽവ. അപ്പം നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കയ്യിൽ ഇമ്പെക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പഴയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമ്മുടെ കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ചും കൂടി ഗീ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു കപ്പ് പാലും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കൂടി ചെയ്യണം കേട്ടോ. നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് വേണം നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൈ വിടാതെ ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയം നമ്മൾ പുറത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത സമയത്ത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ വാനില ഐസ്ക്രീം, അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് വന്നത് നമ്മുടെ വാനില ഐസ്ക്രീമാണ്. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.